ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ഒരു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെറിയൊരു ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ എടുക്കുന്നത്. വലിയ ഷോപ്പിംഗ് വ്ളോഗ് ഒന്നല്ല, ചെറിയ രീതിയിലുള്ളൊരു ഷോപ്പിംഗ് വ്ളോഗാണ്. ഒരു വീട്ടിലത്തേക്ക് വേണ്ടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അത് മാത്രമല്ല, അതിൻ്റെ കൂടെ നമുക്കിന്നൊരു ഹൗസ് വാമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഉച്ച സമയത്താണ്. രാവിലെ മുതലുള്ള വീഡിയോ എടുക്കണം എന്നായിരുന്നു, ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ പിള്ളേരുടെയൊക്കെ പുറകെ പോയതുകൊണ്ട് ഇന്ന് സ്കൂളിലൊക്കെ അവധിയുള്ള ദിവസമാണ് കേട്ടോ, ഒരു ശനിയാഴ്ച ദിവസമാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് രാവിലത്തെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഉച്ച മുതൽ നമ്മൾ പോകുന്ന സമയം മുതലുള്ള വീഡിയോ എടുക്കാമെന്ന്. അപ്പം ഇപ്പോൾ ഒരു സമയം ഒരു 3:30 ആയിട്ടുണ്ട്. അപ്പം മാധു ഞങ്ങളുടെ കൂട്ടത്തിലില്ല കേട്ടോ. ഞാനും അല്ലുകുട്ടിയും വിഷ്ണുണ്ണും മാത്രമേ ഉള്ളൂ. മാധുവിനെ അക്ഷരം പഠിക്കാനായിട്ട് വിട്ടേക്കാണ് കേട്ടോ. അപ്പം അവൻ വരുന്നതിന് മുന്നേ ആയിട്ട് ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിലെത്തണം. അപ്പോൾ ആ ഒരു സമയം അനുസരിച്ചിട്ടാണ് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകുന്നത്. നമ്മൾ പോകുന്നത് തിരുവല്ല റിലയൻസിലോട്ടാണ് കേട്ടോ. അവിടെ ചെറിയ മറ്റേ ഓഫറും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നടക്കുന്ന ഒരു സമയമാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു നേരെ നമുക്ക് തിരുവല്ല റിലയൻസിലോട്ട് പോകാമെന്ന്. അപ്പം അത് ഞങ്ങൾ റിലയൻസിലോട്ട് പോവുകയാണ്. അപ്പം അതിനിടയ്ക്ക് വിഷ്ണുവിന് കടയിലോട്ടൊന്ന് പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ റോഡിലാണ് വണ്ടി ഇട്ടിട്ടുള്ളത്. വിഷ്ണുവിനെ കടയിലോട്ട് അല്ലുക്കുട്ടിയും കൊണ്ടൊന്ന് പോയി കാണാം. ആ ഒരു സമയത്താണ് ഞാൻ ഇൻട്രോ വീഡിയോ എടുക്കുന്നത്. അല്ലെങ്കിൽ അല്ലുക്കുട്ടിയുടെ സൗണ്ടൊക്കെ കാരണം ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലോ എന്ന് കണ്ടിട്ട് ഞാൻ അല്ലുക്കുട്ടി ഇല്ലാത്ത സമയത്താണ് ഇൻട്രോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ തിരുവല്ലയിലോട്ട് പോവുകയാണേ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ഞങ്ങൾ തിരുവല്ല റിലയൻസിലോട്ട് പോവുകയാണെന്നല്ലേ. അപ്പം ഞങ്ങൾ റിലയൻസിലോട്ടല്ല കേട്ടോ പോകുന്നത്. ഞങ്ങൾ സ്മാർട്ട് ബസാറിലോട്ടാണ് പോയത്. എനിക്ക് പേര് തെറ്റിപ്പോയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തിരുവല്ല എത്തിയിട്ടുണ്ടേ. ഞാൻ രണ്ട് വണ്ടി കുടിക്കുന്നു. പിന്നെ ഞാനും അല്ലുക്കുട്ടിയിരിക്കുന്നു. മാധുവിനെ കൊണ്ടുവന്നില്ല. മാധു അറിഞ്ഞിട്ടില്ല ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന കാര്യം. മാധു അക്ഷരം എഴുതാൻ പോയി കഴിഞ്ഞ് വരുന്നതിന് മുന്നേ ഞങ്ങൾക്ക് വീട്ടിൽ ചെല്ലണം, അല്ലെങ്കിൽ പുള്ളി പ്രശ്നം ഉണ്ടാക്കും. അപ്പം അത് കഴിഞ്ഞിട്ട് വേണം നമുക്കൊരു ഹൗസ് വാമിങ്ങിന് പോകാനായിട്ട് വൈകുന്നേരം. അപ്പം എല്ലാ ചടപടയും നടത്തണം. അപ്പോൾ നമ്മളങ്ങനെ തിരുവല്ല സ്മാർട്ട് ബസാറിൽ വന്നിട്ടുണ്ട് കേട്ടോ. ശനിയാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് അവിടെ നിന്നേ. പിന്നെ ഒരു കാർ എടുത്ത സമയത്ത് ഞങ്ങൾ പെട്ടെന്ന് അവിടെ കൊണ്ട് വണ്ടി കയറ്റിയിട്ട്, അല്ലെങ്കിൽ ആ ഉള്ള സ്ഥലവും കൂടെ അങ്ങ് പോകും. അപ്പം നല്ല തിരക്കും ഉണ്ടായിരുന്നു. പാർക്ക് ചെയ്യാനാണെങ്കിലും സ്ഥലമൊക്കെ കുറവായിരുന്നേ. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ പെട്ടെന്ന് ഈ ഒരു പാത്രത്തിൻ്റെ ആ ഒരു സെക്ഷനിലോട്ടാണ് കേട്ടോ കയറിയത്. അവിടെ 50% ഡിസ്കൗണ്ട് ഉണ്ടെന്നൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു സെക്ഷനിലോട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് മെയിനായിട്ട് വേണ്ടത് നമുക്ക് ചോറൊക്കെ വെക്കാൻ പറ്റുന്ന ചെറിയൊരു കലമാണ് കേട്ടോ. കലം അതിൻ്റെ കൂടെ തന്നെ ചായയൊക്കെ വെക്കാൻ പറ്റുന്ന ചെറിയൊരു സോസ് പാനും കൂടാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ആദ്യം എടുത്തത് ഈ ഒരു കലമാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു കലമാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1000 രൂപയായിരുന്നു. അപ്പോൾ ആ ഒരു റേറ്റ് കേട്ട സമയത്ത് ഞാൻ അതേപോലെ തന്നെ ആ ഒരു കലം താഴെ വെച്ചു. എന്നിട്ട് അതിൻ്റെ ചെറിയ സൈസുള്ള ഒരു കലം എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തപ്പിപ്പിടിച്ചൊരു കലം എടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ബില്ലടിക്കുന്ന സമയത്ത് ആ ഒരു കലത്തിൽ പ്രൈസ് ടാഗ് ഇല്ലായിരുന്നു. പിന്നെ ഞാൻ വന്നിട്ട് ആ ഒരു കലം മാറിയിട്ട് വേറൊരു കലം എടുത്തുകൊണ്ട് പോയേ. പിന്നെ ഇതേപോലത്തെ ഒരു ചായയൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സോസ് പാനും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സോസ് പാനാണ് കേട്ടോ. അതിന് 349 രൂപയായിരുന്നു പ്രൈസ് വരുന്നത്. അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ പോയത് കർട്ടൻ്റെ ആ ഒരു സെക്ഷനിലോട്ടാണ് കേട്ടോ. നമ്മുടെ ലിസ്റ്റിനകത്ത് കർട്ടൻ ഒന്നും ഇല്ലായിരുന്നു. എന്നാലും ജസ്റ്റ് ഇങ്ങനെ പ്രൈസൊക്കെ ഒന്ന് നോക്കി നല്ലതാണോ എന്നൊക്കെ നോക്കി കളറൊക്കെ ചെക്ക് ചെയ്തിട്ട് അങ്ങ് പോയതുള്ളൂ കേട്ടോ. കർട്ടൻ നമ്മൾ വാങ്ങിച്ചിട്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ ക്ലോക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. ക്ലോക്കും ഇതുപോലെ പ്രൈസൊക്കെ നോക്കി ക്ലോക്കൊന്നും വാങ്ങിച്ചില്ല. ജസ്റ്റ് ഇങ്ങനെ എല്ലാം നോക്കി ഒന്ന് പോയതേ ഉള്ളൂ കേട്ടോ. സത്യം പറഞ്ഞാലേ നമ്മൾ ഇങ്ങനത്തെ കടകളിലൊക്കെ വരുമ്പോഴത്തേനും ഏതെടുക്കണ്ടെന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും. ആ ഒരു അവസ്ഥയിലാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും നിൽക്കുന്നത്. നോക്കുമ്പം എല്ലാം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളായിരിക്കും. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുമ്പം ഇതൊന്നും ആവശ്യമില്ലാത്ത സാധനമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു നല്ല ലിസ്റ്റൊക്കെ തയ്യാറാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു സാധനം എടുക്കാൻ വന്നത്. കാരണം ഒരു കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവാതിരിക്കാനായിട്ട്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്താൽ മതിയല്ലോ. ആവശ്യമില്ലാത്ത സാധനം എടുത്ത് വെറുതെ നമ്മുടെ സമയവും പണവും നഷ്ടപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ലിസ്റ്റൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ആ ഒരു ലിസ്റ്റിൻ്റെ അനുസരിച്ചിട്ട് തന്നെയാണ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ളതും. പിന്നെ നമ്മളിതേ അടുത്ത സെക്ഷനിലോട്ട് പോയി. അപ്പോൾ അവിടെ കുറേ ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മാധു ഇല്ലാത്തത് കൊണ്ട് തന്നെ അധിക നേരം ഇവിടെ നിൽക്കേണ്ടതെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ മാധുവിനെക്കാട്ടി കഷ്ടം മാധുവിൻ്റെ അച്ഛനാണ് കേട്ടോ. ആ ഒരു ബോൾ കണ്ടപ്പോഴത്തേനും വാങ്ങിക്കാമെന്ന് പറഞ്ഞ് അവിടെ നിൽക്കുമായിരുന്നു. പിന്നെ ഒരു ബോളായിട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേരുടെ അടി ഉണ്ടാക്കുന്നത് കൊണ്ട് അത് ക്യാൻസൽ ചെയ്തു. പിന്നെ ഞങ്ങളിതേ ഒരു ചവിട്ടിയൊക്കെ വാങ്ങിക്കാനായിട്ട് വന്ന കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ചൂലും മോപ്പും അതുപോലെ ബാത്റൂം ബ്രഷും ഒക്കെ വാങ്ങിക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അല്ലുക്കുട്ടി ഇച്ചിരി വഴക്കായിരുന്നു, ഉറക്കമൊക്കെ വരുന്ന സമയമായതുകൊണ്ട്. അപ്പോൾ കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കുന്നത് കുറച്ച് പാടായിരുന്നു കേട്ടോ. അപ്പം വിഷ്ണുവിൻ്റെ കയ്യിലാണെങ്കിലും വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് എല്ലാം ഒന്നും അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അവിടെ നമ്മൾ അതൊക്കെ വാങ്ങിച്ചിട്ട് നേരെ താഴേക്ക് പോകണം കേട്ടോ. അപ്പോൾ ലിഫ്റ്റിൽ ഇതുപോലെ 199 രൂപയ്ക്ക് 6 ഗ്ലാസിൻ്റെ സെറ്റ് ഉണ്ടെന്ന് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് അത് കണ്ടില്ല. അപ്പോൾ ലിഫ്റ്റിൽ ഇങ്ങനെ കണ്ടപ്പോൾ വിഷ്ണു എന്നെ കാണിച്ചു തരുവാണേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് മിക്സിയുടെ ആ ഒരു സെക്ഷനിലോട്ടാണ്.
നമ്മൾ ഓൾറെഡി മിക്സിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റേറ്റും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വന്നതാണ്. അങ്ങനെ അവിടെ നോക്കി നിൽക്കുന്ന സമയത്താണ് കേട്ടോ ഈ ഒരു നോൾട്ടയുടെ 2 പീസ് സെറ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. 799 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. എക്സ്ചേഞ്ച് ഓഫർ വരുന്നത് 639 രൂപയാണ് കേട്ടോ. അപ്പോൾ ഒരു 2 പീസ് സെറ്റ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു തവയും അതേപോലെ തന്നെ ഒരു പാനും കൂടെ വരുന്നതാണ് കേട്ടോ സെറ്റ്. പിന്നെ ഇതുപോലെ കുക്കറിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കാൻ പോയി. ഓൾറെഡി എനിക്ക് കുക്കറുണ്ട്, എന്നാലും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്റ്റീൽ കുക്കറിൻ്റെ പ്രൈസൊക്കെ നോക്കാനായിട്ട് പോയതാണ്. 3:30 കഴിഞ്ഞപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ ഒരു സ്മാർട്ട് ബസാറിൽ വന്നപ്പോൾ ഏകദേശം 5 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വരുന്ന വഴിക്ക് വിഷ്ണുവിൻ്റെ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ കയറണമായിരുന്നു. അപ്പോൾ അങ്ങനെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കെല്ലാം പർച്ചേസ് ചെയ്യണം, അല്ലാതെ നമുക്ക് വൈകിട്ട് ഹൗസ് വാമിനും കാര്യത്തിനൊക്കെ പോകേണ്ടതാണല്ലോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു പാനും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് കുഴിയുള്ള ടൈപ്പ് പാന്. അതും എടുത്തിട്ട് ഇതേപോലെ 3-4 കുപ്പിയും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഒക്കെ ഓഫറിലുള്ളതാണ്. പിന്നെ ഈ ഒരു ബക്കറ്റ് ടൈപ്പ് കുറച്ച് ഡപ്പയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ മുട്ടായിയുടെ സെക്ഷനിലോട്ട് വന്നു. മുട്ടായി ഒന്നും അങ്ങനെ വാങ്ങിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പോകുന്നത് സോപ്പും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ടാണ്. നമ്മളവിടെ സോപ്പ് എടുക്കാൻ പോയപ്പോഴത്തേനും അവിടെ മെഡിമിക്സിൻ്റെ സോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മെഡിമിക്സിൻ്റെ സോപ്പ്, നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ അല്ലേ. അങ്ങനെ നമ്മൾ മെഡിമിക്സിൻ്റെ സോപ്പാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല മണമുള്ള സോപ്പ്. അങ്ങനെ അപ്പോൾ സോപ്പൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. സോപ്പ് എടുത്ത് കഴിഞ്ഞിട്ട് നേരെ വന്നത് ബ്രഷ് വാങ്ങിക്കാനായിട്ടാണ്. ഞാനിങ്ങനെ ബ്രഷിൻ്റെ ആ ഒരു സൈഡിൽ സോഫ്റ്റ്, മീഡിയം, ഹാർഡ് അങ്ങനെ കാണുമല്ലോ. അപ്പോൾ അത് നോക്കിയിട്ടാണ് കേട്ടോ ബ്രഷ് വാങ്ങിക്കുന്നത്. നിങ്ങളൊക്കെ എങ്ങനെയാണ്, അങ്ങനെ നോക്കിയിട്ടാണോ ബ്രഷ് വാങ്ങിക്കാറുള്ളത്? ഞാൻ എപ്പോഴും ഒരു മീഡിയം സൈസിലുള്ള ആ ഒരു മീഡിയം ഇതിലുള്ള ബ്രഷാണ് കേട്ടോ വാങ്ങിക്കാറുള്ളത്. സോഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അധികം അങ്ങോട്ട് എനിക്ക് പല്ല് തേക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മീഡിയം എഴുതിയിട്ടുള്ള ആ ഒരു ബ്രഷിൻ്റെ ആ ഒരു ഇതാണ് കേട്ടോ വാങ്ങിക്കാറുള്ളത്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ വന്നപ്പോഴാണ് ഇവരെ പരിചയപ്പെട്ടത്. ഈ വരുന്ന മാർച്ച് 8 വുമൻസ് ഡേ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ല. അപ്പോൾ വുമൻസ് ഡേയുടെ ഭാഗമായിട്ടാണ് കേട്ടോ ഇവർ നമ്മുടെ അടുത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ കുഞ്ഞൊക്കെ കയ്യിലിരിക്കുന്ന കണ്ടിട്ടാണ് ഇവർ നമ്മുടെ അടുത്ത് ആദ്യം വന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അവർ വന്നിട്ടുള്ളത് ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കീഴിലുള്ള യൂണിസെഫ് എന്ന് പറഞ്ഞിട്ട് ഓർഗനൈസേഷൻ്റെ ക്യാമ്പയിനാണ് കേട്ടോ ഇവിടെ നടക്കുന്നത്. ഇനി യൂണിസെഫ് എന്താണെന്നറിയാത്തവർക്ക് വേണ്ടി ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം കേട്ടോ. യുണൈറ്റഡ് നേഷൻ ചിൽഡ്രൻസ് ഫണ്ട് എന്നാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഫുൾ ഫോം വരുന്നത്. സംഭവം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചികിത്സ കിട്ടാതെയും അതേപോലെ തന്നെ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കിട്ടാതെയൊക്കെ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു എമൗണ്ട് നമ്മൾ മന്ത്ലി അവർക്ക് കൊടുക്കുന്ന ഒരു സംരംഭമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ന്യൂ ബോൺ ബേബീസിനും അവരുടെ അമ്മമാർക്ക് വേണ്ടിയുള്ളൊരു നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ളൊരു എമൗണ്ട് മന്ത്ലി കൊടുക്കാം എന്നുള്ളൊരു എഗ്രിമെൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ സൈറ്റിലൊക്കെ കയറി നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ അതെല്ലാം കൊടുത്തതിന് ശേഷം അവർ നമുക്ക് ചെറിയൊരു ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് അവരോട് ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് നേരെ നമ്മൾ ഇതേണ്ട സാധനമൊക്കെ ബില്ല് ചെയ്യാൻ വന്നിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി കേട്ടോ. ഇത് നമുക്ക് ഒത്തിരി സമയം ലേറ്റ് ആയിപ്പോയി. ഇപ്പോൾ തന്നെ 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടേ. ഇനി നമുക്ക് ചെന്നിട്ട് വേണം ഹൗസ് വാമിങ്ങിന് പോകാനായിട്ട്. അപ്പോൾ ഹൗസ് വാമിങ് കറുകച്ചാലാണ് കേട്ടോ. അപ്പോൾ അത് ഇച്ചിരി ലേറ്റ് ആകും. അപ്പം എല്ലാം ചടപടയെന്ന് നടത്തി വേണം പോകാൻ. അങ്ങനെ പെട്ടെന്ന് തന്നെ വീട്ടിൽ ചെന്ന് വേഗം തന്നെ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അല്ലിക്കുട്ടി ഡ്രസ്സൊന്നും മാറാൻ സമ്മതിച്ചില്ല, ഇച്ചിരി വഴക്കാളിയായിട്ടിരിക്കുമായിരുന്നു. അങ്ങനെ മാധുവിനൊക്കെ ഒരുക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് കീർത്താമസത്തിന് പോകാൻ ഇറങ്ങി കേട്ടോ. പോകുന്ന വഴിക്ക് അമ്മയും കൂടെ വിളിച്ചുകൊണ്ട് വേണം പോകാനായിട്ട്. ഹൗസ് വാമിങ്ങിന് പല സ്ഥലത്തും പല പേരുകളാണ് കേട്ടോ പറയാറുള്ളത്. നമ്മുടെ ഇവിടെ പെരവാസ്തുവലി, കീർത്താമസം അങ്ങനെയൊക്കെ പറയും. അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പം നമ്മൾ വീടിനകത്തേക്ക് കയറി നല്ല കിടിലം വീടാണ് കേട്ടോ. അപ്പോൾ താഴെ 2 മുറിയാണുള്ളത്. ഫസ്റ്റ് മുറി ഇതാണ്, നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള മുറിയാണ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. അറ്റാച്ച്ഡ് ബാത്റൂമും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല മുറിയാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ മുറി എന്ന് പറയുന്നത് ഇതാണ്. രണ്ടാമത്തെ മുറി ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ആണെങ്കിലും സാധനങ്ങളൊക്കെ വെച്ചേക്കുവാണ്. അവിടെയും അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നല്ലൊരു ഹാളുണ്ട് കേട്ടോ. ഹാള് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു കിച്ചണാണുള്ളത്. നല്ലൊരു കിച്ചണാണ്, അത്യാവശ്യം നല്ല സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ കിച്ചൺ കഴിഞ്ഞിട്ട് ചെറിയൊരു സ്പേസ് ഇവിടെ ഉണ്ട് കേട്ടോ. അത്രേ ഉള്ളൂ. കിച്ചണ് കഴിഞ്ഞിട്ട് ആ ഒരു സ്പേസും കൂടെ ഉള്ളൂ കേട്ടോ. പിന്നെ നല്ലൊരു ഗ്ലാസ് ഒക്കെ കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഷോ ഒക്കെ കളിച്ചിട്ടാണ് കേട്ടോ പോയത്. പിന്നെ നമ്മൾ നേരെ മുകളിലോട്ടാണ് പോയത്. മുകളിലും അതുപോലെ തന്നെ 2 മുറിയാണുള്ളത് കേട്ടോ. അപ്പം അവിടെ നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള മുറിയാണ്, നല്ല വലിയ മുറിയായിരുന്നു. അപ്പോൾ അവിടെ നല്ല വെട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പോയത്. ഞാൻ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഇച്ചിരി വീഡിയോയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫോട്ടോ ആണെന്ന് കണ്ട് പോസ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അമ്മ. മാധു ചെറിയ വഴക്കൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടേ. അപ്പോൾ താഴെ നല്ല ഗാനമേളയൊക്കെ നടക്കുകയാണ് കേട്ടോ. ചെറിയ രീതിയിലൊരു ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു താഴെ. അപ്പോൾ ഇതാണ് കോമൺ ബാത്റൂം വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു റൂം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു റൂമിൽ നിന്ന് നമുക്ക് നേരെ ബാൽക്കണിയിലോട്ട് ഇറങ്ങാനുള്ള ഒരു സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് അത് കാണാനായിട്ട്.
അപ്പോൾ ഈ ഒരു ബാൽക്കണി കൂടാതെ തന്നെ കുറച്ച് ബാക്കിലോട്ട് വരുമ്പോഴത്തേനും ഇപ്പുറത്തെ സൈഡിലും അതേപോലെ തന്നെ ഇതേപോലെ കുറച്ച് ഓപ്പൺ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഓപ്പൺ ഏരിയ ആയിട്ടുണ്ട്. അവിടെ നമുക്ക് തുണിയും കാര്യങ്ങളൊക്കെ അലക്കി ഇടാനായിട്ട് നല്ല സൗകര്യമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു വീട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഓവർ ലൈറ്റും കാര്യങ്ങളും അങ്ങനത്തെ ഡെക്കറേഷൻസും ഒന്നുമില്ല. സിമ്പിളായിട്ടുള്ള ഒരു വീടാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്നൊക്കെ എല്ലാം കണ്ടിട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവിടുന്ന് ഗാനമേളയുടെ പാട്ടൊക്കെ കേട്ടോണ്ടിരുന്നേ. അപ്പോൾ ഇതാണ് കേട്ടോ സിമി ചേച്ചിയുടെ വീടിൻ്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു. അപ്പോൾ ചേച്ചി നമ്മുടെ ഫാമിലി ഫ്രണ്ടാണേ. അപ്പോൾ ചേച്ചിയൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഫ്രൈഡ് റൈസും ചിക്കനും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. കുറച്ച് ഫുഡ് മാത്രമേ മക്കൾ കഴിച്ചുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഐസ്ക്രീം കണ്ടപ്പോൾ രണ്ടുപേരും ഐസ്ക്രീം മാത്രമായിട്ട് കഴിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് ഞാനും ആസ്വദിച്ചിരുന്ന ഐസ്ക്രീം ഒക്കെ കഴിക്കുകയാണ്. അങ്ങനെ ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു ഷോപ്പിംഗ് വ്ലോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഷോപ്പിങ്ങും കണ്ടു, നല്ലൊരു വീടിൻ്റെ ഹൗസ് വാമിങ്ങും കണ്ടില്ലേ. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു കിഡ്ലൻ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ.